ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് അവിടെ അവസാന ട്രേഡിംഗ് സെഷനിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ട്രിഗർ പോയിന്റുകളൊന്നും ഇല്ലാത്തത് കാരണവും അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ മാർക്കറ്റിന് ലഭിക്കാത്തത് കാരണമുള്ള ഒരു ശാന്തമായ മാർക്കറ്റാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏകദേശം 100 പോയിന്റോളം താഴ്ന്നിട്ട് നിഫ്റ്റി 26,042 നിൽക്കുന്നത്. 26,000 മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം. അപ്പോൾ അവിടെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. നമുക്ക് കാണാൻ കഴിയും, ലാസ്റ്റ് വീക്ക് ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 0.29% അപ്പാണ്. എന്നാൽ അത് മറ്റ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 50യേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തത് സ്മോൾ ക്യാപ് 250യും അതേപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50യും ഒക്കെയാണ്. മിഡ് ക്യാപ്പിലും നിഫ്റ്റി 50ക്ക് സമാനമായ ഒരു പെർഫോമൻസ് ആണ്. 0.20% റിട്ടേൺ ആണ് കഴിഞ്ഞ ആഴ്ച നൽകിയത്. സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സെക്ടർ തീർച്ചയായിട്ടും അത് മെറ്റൽ സെക്ടറാണ്. ഇതുകൂടാതെ CPSE ഇൻഡെക്സുകൾ, കമ്മോഡിറ്റീസ്, മീഡിയ, എനർജി, FMCG, MNC, ഓട്ടോ പോലെയുള്ള സെഗ്മെന്റിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. എന്നാൽ നിഫ്റ്റി ബാങ്ക്, റിയാലിറ്റി, ഫാർമ, IT, PSU സെക്ടറുകളിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോൾ ഗ്ലോബൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രീഷ്യസ് മെറ്റൽസ്. സിൽവറൊക്കെ 9% ഒരു റെക്കോർഡ് ഹൈയിലേക്ക് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 150% കൂടുതലുള്ള ഒരു റാലിയാണ് സിൽവറിൽ ഉണ്ടായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഗോൾഡിനെ വലിയ തോതിൽ ഔട്ട് പെർഫോം ചെയ്തതായിട്ടും കാണാം. അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ സിൽവറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സിൽവർ ETF നോക്കുകയാണെങ്കിൽ 16.39% കഴിഞ്ഞ 5 ദിവസം മുന്നോട്ട് പോയെന്നതായിട്ട് കാണാം. ഗോൾഡിലാണെങ്കിൽ 4.5% ഒരു മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. ഇതുകൂടാതെ മെറ്റൽ ഇൻഡെക്സിലുള്ള പല സ്റ്റോക്കുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹിന്ദ് കോപ്പർ, ഹിന്ദുസ്ഥാൻ സിങ്ക്, അലൂമിനിയം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഹിൻഡാൽകോ, NMDC, സെയിൽ പോലെയുള്ള പല സ്റ്റോക്കുകളും ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ മെറ്റൽ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു വർഷത്തെ ഇതുവരെയുള്ള അതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 25% ഒരു മുന്നേറ്റമാണ് മെറ്റൽ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് വരാൻ പോകുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് മൺഡേ വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിൻ്റെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടാതെ ഓട്ടോ സെയിൽസ് ഡാറ്റയും അടുത്ത ആഴ്ച വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ സെഗ്മെൻ്റൊക്കെ പെർഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു സൂചന തീർച്ചയായിട്ടും നൽകും. പ്രത്യേകിച്ച് ഓട്ടോ സെഗ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോ സെയിൽസിൻ്റെ ആ ഒരു ഡാറ്റ തീർച്ചയായിട്ടും ഓട്ടോ സ്റ്റോക്കുകളിൽ ഒരു മൊമെൻ്റം ഉണ്ടാകാൻ സഹായിച്ചേക്കും. ഇതുകൂടാതെ നമുക്കറിയാം, ജനുവരി ഫസ്റ്റ് വീക്ക് അവസാനിക്കുന്നതോടുകൂടി ഇവിടെ Q3 ഏർണിംഗ്സ് റിസൾട്ടുകൾ വരുന്ന ഒരു സീസണാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പല കമ്പനികളും അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടാറുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമുക്ക് അത്തരത്തിലുള്ള ബിസിനസ് അപ്ഡേറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ വരാൻ പോകുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സെക്ടറുകളിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലുമുള്ള മേജർ ചേഞ്ചസിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടറുകളും തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റുപ്പിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് 90 താഴെ നിന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ ക്ലോസിംഗ് ബേസിസിൽ എല്ലാ ട്രേഡിംഗ് ഡേയിലും അത് 89-നും 90-നും ഇടയിലുള്ള റേഞ്ചിലാണ് നിന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റുപ്പി ഒരു സ്റ്റെബിലൈസ് ആകുന്നുണ്ടെങ്കിലും FIAസിൻ്റെ സെല്ലിങ്ങിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും FIAs വലിയ തോതിൽ സെൽ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഏകദേശം മൊത്തത്തിൽ 4,000 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. എന്നാൽ അവിടെ DIAസിൻ്റെ ബൈങ് ഇതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബൈങ് ആണ്. ഏകദേശം 12,000 കോടിയുടെ ഒരു ബൈങ് അവർ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാന ഘടകം ഇന്ത്യ വിക്സ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ലോയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണുള്ളത്. അതായത് ഏത് ഭാഗത്തേക്ക് പോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇൻവെസ്റ്റേഴ്സിനോ ട്രേഡേഴ്സിനോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു ട്രിഗർ പോയിന്റിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യ വിക്സിലോ കുറേ കാലം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട് വരാൻ പോകുന്നത് ലാർജ് ആയിട്ടുള്ള ഒരു ഡയറക്ഷണൽ മൂവ് ആയിരിക്കും. ആ ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. പക്ഷേ അത് ശക്തമായൊരു മൂവായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിലെ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 25,700-നും 26,300-നും ഇടയിലാണ് ഒരു ബ്രോഡ് റേഞ്ച് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ കോൾ സൈഡിലെ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,200 പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 അപ്പോൾ വളരെ നേരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് OI നമുക്ക് കാണുന്നത്.
ഇനി IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഓപ്പൺ ആയിട്ടുള്ള IPOകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ആകെ ബാക്കിയുള്ളത് ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ലിസ്റ്റിംഗ് ആണ്. അത് വളരെ അപ്രധാനമായ ഒരു ലിസ്റ്റിംഗ് ആയിരുന്നു. കാരണം 250 കോടി മാത്രം ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണത്. കൂടാതെ അത് വളരെ അഗ്രസീവ്ലി പ്രൈസ് ചെയ്ത ഒരു IPO ആയതുകൊണ്ട് തന്നെ GMP അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അത്ര ഇമ്പ്രസീവ് അല്ല. അപ്പോൾ ഡിസംബർ 30-നാണ് ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മൊട്ടിലാൽ ഓസ്വാൾ അവർ സജസ്റ്റ് ചെയ്ത ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 ലാർജ് ക്യാപ്പും 2 മിഡ് ക്യാപ്പും 2 സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ കാണാം. അതിൽ ലാർജ് ക്യാപ്പിൽ നമ്മൾ ആദ്യം കാണുന്നത് TCS ആണ്. അപ്പോൾ TCS നമുക്കറിയാം, അവരുടെ ലാസ്റ്റ് അനലിസ്റ്റ് മീറ്റിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട അവരുടെ അംബീഷൻ എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലെഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി സർവീസ് കമ്പനിയെ മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ AI റിലേറ്റഡ് സർവീസുകളെ റീഡിഫൈൻ ചെയ്യാനും ആ ബേസിലുള്ള ടാലൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ക്ലയൻറ്റുകൾക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഇത്തരത്തിൽ ഉള്ള ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളും മേജേഴ്സും അക്വിസിഷൻസും ഒക്കെ നടത്താനുള്ള ഒരു വലിയ അംബീഷനാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ TCS നമുക്കറിയാം ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 23 എന്നുള്ള PE-യിലാണ്. ഇൻഡസ്ട്രി PE 26 ആണ്. അതിൽ താഴെയാണ് TCS ട്രേഡ് ചെയ്യുന്നത്. ബ്രോക്കറേജ് ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് 4400 എന്നുള്ള ടാർഗറ്റാണ്. ഇപ്പോൾ TCS തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ഇവർ സജസ്റ്റ് ചെയ്ത് കാണുന്നത് SBI ആണ്. SBI നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൽ അതിൻ്റെ മാർക്കറ്റ് ലീഡർഷിപ്പ് തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാങ്കാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് ഗ്രോത്ത് വളരെ ഹെൽത്തിയാണ്. 13% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഗ്രോത്ത് മൊമെൻറ്റം അത് റീറ്റെയിൽ സെഗ്മെൻറ്റിലും SME-യിലും അതുപോലെ കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അതിൻ്റെ ലോൺ ഗ്രോത്ത് FY 26-ൽ ഏകദേശം 12 to 14% എന്നുള്ള ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3% കൂടുതലായിട്ട് വർദ്ധിക്കുന്നതും കാണാം. SBIയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.57 ആണ്. ഇൻഡസ്ട്രിയുടേത് 1.15 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി ആയാലും SBI ആയാലും അതിൻ്റെയൊക്കെ വാല്യുവേഷൻ ഇപ്പോഴും കംഫർട്ടബിൾ ലെവലിൽ തന്നെയാണുള്ളത്. ബ്രോക്കറേജ് ഇതിന് കൊടുത്തുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 1100 എന്ന പ്രൈസാണ്. അടുത്തത് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ബയോകോൺ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കറിയാം ബയോകോൺ അവർ സിഞ്ചിനിൽ നിന്നുള്ള അവരുടെ സ്റ്റേക്ക് ഗണ്യമായിട്ട് കുറച്ചുകൊണ്ട് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് ബയോകോൺ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ മൂവ് ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു. ഇവരിപ്പോൾ കൂടുതലായിട്ട് ബയോളജിക്സ് ജനറിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബയോകോണിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ നമ്മൾ കാണുന്നത് 111 എന്നുള്ള PE ആണ്. വളരെ ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബ്രോക്കറേജ് ഇതിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് 460 എന്നുള്ള പ്രൈസാണ്. അപ്പോൾ ഷോർട്ട് ടേമിലുള്ള ഒരു മൂവാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്നാൽ ലോങ് ടേമിൽ ഇത് ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഈ ഘട്ടത്തിൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു സ്റ്റോക്ക് ഡാൽമിയ ഭാരതാണ്. ഇവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി പെർഫോമൻസ് അത് ഒരു ഓപ്പറേഷണൽ സ്ട്രെങ്ത് കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ ഹെഡ് വിൻസ് ഒക്കെ മാറിയതായിട്ട് കാണാം. അപ്പോൾ ഈ GST റേഷണലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ കമ്പനിയിൽ നെക്സ്റ്റ് ക്വാർട്ടറുകളിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത സെക്കൻഡ് ഹാഫ് നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ സ്റ്റോക്ക് കാഴ്ചവെക്കുക എന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. അതിൻ്റെ ഒരു മീഡിയം ടേം വിസിബിലിറ്റി തീർച്ചയായിട്ടും ഈ കപ്പാസിറ്റി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. സ്റ്റോക്കിൻ്റെ PE നമ്മൾ കാണുന്നത് 36.4 ആണ്. മീഡിയൻ PE 39.2 ആണ്. അപ്പോൾ മീഡിയം PE-യിൽ താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് കംഫർട്ടബിളാണ്. മറ്റൊന്ന് സ്മോൾ ക്യാപ്പിലുള്ള ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് എന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് അവിടെ പ്രധാനപ്പെട്ട കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഒരു ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് എന്നുള്ള സ്റ്റോക്കുള്ളത്. ഇവരുടെ 2200 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് നമുക്ക് കാണാൻ കഴിയും. 2027-30 ആ ഒരു കാലഘട്ടങ്ങളിൽ ഡിഫൻസ് PSU സ്റ്റോക്കുകളിൽ നിന്നും ശക്തമായ ഓർഡർ ബുക്കാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 57 എന്നുള്ള ഉയർന്ന ലെവലിലാണ്. പക്ഷേ ഇൻഡസ്ട്രി PE 59 നമ്മൾ ഓർക്കണം. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആസ്ട്ര മൈക്രോവേവ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയും ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് 1100 എന്നുള്ള ടാർഗറ്റാണ്. അടുത്തൊരു സ്റ്റോക്ക് നുവാമ വെൽത്താണ്. അപ്പോൾ നുവാമയുടെ ആ ഒരു ബിസിനസ് പൊസിഷൻ വളരെ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ശക്തമായൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഇൻഫ്ലോ ഈ ഒരു സർവീസ് കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു റവന്യൂവിൽ ഒരു 15 to 16% ഗ്രോത്താണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26.5 ആണ്. ഇൻഡസ്ട്രി PE 21.4 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ കൂടുതലാണെങ്കിലും മീഡിയൻ PE 26.3 ആണ്. അതിൽ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്വന്തമായ പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക.
അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.